നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണം രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമാണെന്ന് പറയുന്നത് വെറും ഭംഗിവാക്കല്ല, വസ്തുതയാണ്. ഏകാധിപത്യ പ്രവണതകൾ ശക്തമാകുന്ന കാലത്താണ് യെച്ചൂരിയുടെ വിയോഗം. സംഘപരിവാർ ശക്തികൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ പൂർണ്ണ ആധിപത്യത്തിലേക്ക് കീഴ്പ്പെടുത്താൻ ശ്രമങ്ങൾ ശക്തമാക്കുന്ന കാലത്താണ് അദ്ദേഹം രംഗമൊഴിഞ്ഞത്. പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാടുകളും ആധിപത്യത്തിനു വേണ്ടിയുള്ള കിടമത്സരങ്ങളും കൊണ്ട് ചിതറിക്കിടന്ന 2 ഡസനോളം വരുന്ന പ്രതിപക്ഷ പാർട്ടികളെ BJP വിരുദ്ധത എന്ന പൊതു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരിയുടെ പ്രാധാന്യമായി വിലയിരുത്തപ്പെടുക. സ്വന്തം പാർട്ടിയുടെ പാർലമെന്റിലെ കരുത്ത് വെറും 4 MPമാരിൽ ഒതുങ്ങുകയും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം 1.78 ചുരുങ്ങുകയും ചെയ്ത ദയനീയ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് CPM ജനറൽ സെക്രട്ടറിക്ക് ഇതിന് കഴിഞ്ഞത് എന്ന കാര്യം ഓർമ്മിക്കണം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ എന്ന ആശയം കടപ്പെട്ടിരിക്കുന്നത് സോഷ്യലിസ്റ്റ് സാമൂഹ്യ പ്രവർത്തകനായ യോഗേന്ദ്ര യാദവിനോടാണെന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും വികാസവും കടപ്പെട്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരിയോടാണ്. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് യോഗേന്ദ്ര യാദവും യെച്ചൂരിയുമാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ BJPക്കെതിരെ തനിച്ച് പോരാടുക കോൺഗ്രസിന് അസാധ്യമാണെന്നും അതിന് വിശാലമായ ജനങ്ങളുടെ മുന്നണി ആവശ്യമാണെന്നും രാഹുലിനെ ബോധ്യപ്പെടുത്തിയത് സീതാറാം യെച്ചൂരിയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ഈ കോൺഗ്രസ് നേതാവിൻ്റെ കാഴ്ചപ്പാടുകളേക്കാൾ രാഹുൽ ഗാന്ധിക്കുള്ളത് സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ കാഴ്ചപ്പാടുകളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രവൃത്തികളും നിലപാടുകളും വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തീർച്ചയായും യെച്ചൂരിയുടെ സ്വാധീനമുണ്ട്. പഴയ പെരുമയുടെ പേരിൽ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്ന തന്ത്രമാണിത്വത്തിൽ അസഹിഷ്ണുക്കളായ ലല്ലു പ്രസാദ് യാദവിനെയും NCPയുടെ ശരത് പവാറിനെയും മറ്റും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ യെച്ചൂരിക്ക് വിജയിക്കാനായതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണം യാഥാർത്ഥ്യമാക്കിയത്. തൻ്റെ സ്വന്തം പാർട്ടിയായ CPIM ഇന്ത്യ മുന്നണിയിൽ ചേരുന്നതിനോട് സൈദ്ധാന്തികമായും പ്രായോഗികമായും വിയോജിക്കുകയും അടവുപരമായി യോജിപ്പ് പ്രകടിപ്പിച്ചു നിൽക്കുകയും ചെയ്ത അവസ്ഥയിലാണ് 28 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ BJP ആൻഡ് മോദി വിരുദ്ധത എന്ന ഒറ്റ കയറിൽ യെച്ചൂരി ഒരുമിച്ച് കിട്ടിയത്. പൊതുശത്രു എന്ന ഒറ്റ പോയിന്റാണ് ഈ 28 വൈരുദ്ധ്യങ്ങളെയും തൻ്റെ പാർട്ടിയുടെ കടുത്ത എതിർപ്പിനെ അതിജീവിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത്. വെവ്വേറെ മാർച്ച് ചെയ്യുക, ഒരുമിച്ച് ആക്രമിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനം. KC വേണുഗോപാലിനെ പോലെ ഒറ്റ രാത്രി കൊണ്ട് ദേശീയ നേതാക്കളായി മാറിയ പൊളിറ്റിക്കൽ കരിയറിസ്റ്റുകളുടെ വരുതിയിൽ നിന്നതുകൊണ്ട് വെറും പപ്പുവായി പരിഹസിക്കപ്പെട്ടുപോയ കോൺഗ്രസ് പ്രതിരൂപമായ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ രാഹുൽ ഗാന്ധി ആക്കി മാറ്റിയത് യെച്ചൂരിയാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. പാർട്ടി എന്ന നിലയിൽ CPM ഇന്ത്യ മുന്നണിയിൽ അംഗമല്ലെങ്കിലും മുന്നണിയെ ഉറപ്പിച്ചു നിർത്തിയ പിന്നാമ്പുറപ്പണികൾ മുഴുവൻ നിർവഹിച്ച തച്ചൻ എന്ന നിലയിലാണ് യെച്ചൂരി ഓർമ്മിക്കപ്പെടുക. ഇന്ത്യയിൽ ഫാസിസ്റ്റ് കാലം വന്നിട്ടില്ല എന്ന് ഏറെക്കുറെ മുഴുവനായും CPM നിലപാട് സ്വീകരിച്ച സമയത്ത് അതിനെതിരായ നിലപാട് യെച്ചൂരി സ്വീകരിച്ചു. അഥവാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഗതികെട്ടുപോയ ഫാസിസം മുന്നണിയുടെ മാരീച വേഷത്തിൽ അവതരിച്ചിരിക്കുന്ന കാലമാണിത്. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തിയും പ്രാധാന്യവും ഇപ്പോൾ പൂർവാധികം വർദ്ധിച്ചിരിക്കുകയാണെന്നതിന് വർത്തമാനകാല ദൃഷ്ടാന്തങ്ങൾ നിരവധിയുണ്ട്. ആ സമയത്താണ് ഇന്ത്യ മുന്നണിക്കും ഇന്ത്യക്കുള്ള രാഷ്ട്രീയ ബദലിനും വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന യെച്ചൂരിയുടെ വിയോഗം സംഭവിച്ചത്. CPMന് അതിൻ്റെ പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു പൊളിറ്റ് ബ്യൂറോ അംഗത്തെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നാളെ അശോക് ധാവളെയോ വൃന്ദ കാരാട്ടിനെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമോ ജനറൽ സെക്രട്ടറിയാക്കി പാർട്ടി തിരഞ്ഞെടുക്കും. പക്ഷേ
ഇന്ത്യ മുന്നണിയുമായുള്ള വൈകാരിക ബന്ധവും അതിൻ്റെ ആവശ്യകതയും ഇവർക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാനാകുമോ എന്നത് വലിയ ആശങ്കയാണ്. തുറന്നൊരു ചിരിയിലൂടെ ആരിലേക്കും ഒരു പാലം ഇടാനുള്ള സീതാറാം യെച്ചൂരിയുടെ സിദ്ധി CPM പോളിറ്റ് ബ്യൂറോയിൽ ഇന്ന് മറ്റാർക്കുമില്ല. ഈ സാഹചര്യമാണ്, ഇത്തരമൊരു നേതാവിൻ്റെ അഭാവമാണ് ഇനി അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതിസന്ധിയായി മാറാൻ പോകുന്നത്. BJPക്കെതിരെയുള്ള പ്രതിപക്ഷ മുന്നണിയെ ആര് യോജിപ്പിക്കും, ആരൊരുമിച്ച് നിർത്തും, അവരുടെ ഈഗോകളെ ആര് സമാശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും പരിഹരിച്ചും മുമ്പോട്ട് കൊണ്ടുപോകും? അതാണ് ചോദ്യം. യെച്ചൂരി ഉണ്ടാക്കുന്നത് വലിയൊരു വിടവാണ്.